ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ UK എത്തിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. 2 വീഡിയോ ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് ഒത്തിരി നന്ദി. അപ്പോൾ ഞങ്ങളിത് ഗാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്ന് ഇനി എക്സിറ്ററിലെത്തണം. അവിടേക്കുള്ള യാത്രയിലാണ് ഞാൻ. അപ്പോൾ അവിടുത്തെ കുറച്ച് വഴിവരെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല കേട്ടോ, വഴിയിൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ട് പോവാം. ഓരോ ഭാഗത്തും പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഇതോടുകൂടി നിങ്ങളൊരു ലൈക്കൊക്കെ ഇട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റൊക്കെ ഷെയറൊക്കെ ചെയ്താൽ വളരെ സന്തോഷം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും സന്തോഷം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാമല്ലേ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ അവസരത്തിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിലിത്തിരി സങ്കടമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. എന്തൊക്കെയാണ് കാണാൻ പോകണമെന്ന് അറിയില്ലല്ലോ. വണ്ടിയിലെ മോളും ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെ കേൾക്കാം. അവർക്ക് അച്ഛനെയും കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ പ്രകൃതി ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്ത് എത്തുമ്പോൾ ഓരോ പ്രത്യേകതകളാണ്. ചില ഭാഗത്ത് വൈറ്റ് കളറിലുള്ള പൂക്കൾ, ചില ഭാഗത്ത് മഞ്ഞയാണ്, ചില ഭാഗത്ത് ഇലകൾ ചുവന്നിട്ട് അങ്ങനെ പ്രകൃതി ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കാണാത്ത പൂക്കളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക രസം തോന്നുമല്ലോ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ഭാഗത്ത് താഴ്വരകൾ, ചില ഭാഗത്ത് നല്ല സമതലങ്ങൾ മുന്നോട്ട് പോകുന്നു. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മോളായിട്ട് കളിച്ചും വർത്തമാനം പറഞ്ഞും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്ത് ഭംഗിയല്ലേ. നീലാകാശവും അതിൻ്റെ താഴെ പറന്ന് കിടക്കണേ പച്ചപ്പും മൈതാനവും എല്ലാം കൂടി എന്താ ഭംഗി. സൂപ്പർ, നല്ല കാഴ്ചകൾ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ വ്യത്യാസം വന്നില്ല. എന്നിട്ട് നല്ല മഞ്ഞക്കളത്തുള്ള പൂക്കളാന്ന് തോന്നുന്നു. സൂര്യകാന്തി പടം പോലെ. പക്ഷേ സൂര്യകാന്തി അല്ലാത്ത വേറെ പൂക്കളാണത്. കൊണ്ടിങ്ങനെ ക്വസ്റ്റ്യൻ കൊണ്ട് പോവുകയാണ്. കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തു. വളരെ കാഴ്ച ദൂരെ രാജ്യങ്ങളെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. സഖാവ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയ്ക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ. നാളെ ഈ പീതപുഷ്പങ്ങൾ. നല്ല പച്ചപ്പാടവും പഞ്ഞിക്കെട്ട് പോലെ ചെമ്മരിയാട്ടിക്കും കൂട്ടുന്നു. ചെമ്മരിയാടുകൾ നിറയുണ്ട്. ആ ദൃശ്യം മറിഞ്ഞപ്പോഴേക്കും വീണ്ടും പച്ച പിടിച്ച പരവതാനിതാ. 6 മണി ആവുന്നല്ലേ ഉള്ളൂ. 6-5 മിനിറ്റ് കാഴ്ച. ഇപ്പോൾ ചെറിയ കുറ്റിക്കാടാണ്. പക്ഷെ അതിനും ഒരു ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് മഴക്കാറിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വെളിച്ചത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ഒരു ടൗൺഷിപ്പ് എത്തി. ചാർജ് ഉണ്ട്. ഇടയിൽ ഞങ്ങൾ സ്ഥലത്ത് കയറി ഭക്ഷണം കഴിച്ചു. യാത്ര തുടരുകയാണ്. നല്ല വെട്ടി ഒരുക്കിയ വേലിക്കെട്ട് പോലെ ഇങ്ങനതാ നിരനിരയായിട്ട് ചെടികൾ. അതിൻ്റെ അപ്പുറത്ത് കൃഷിയിടങ്ങളാണെന്ന് തോന്നുന്നു.
അച്ഛനും മോളും കൂടി നല്ല കളിയിലാണ്. സ്ഥലങ്ങളെ കുറിച്ചൊന്നും പറയാനറിയില്ല കേട്ടോ. ഭംഗിയും കണ്ടിങ്ങനെ ഇരിക്കാന്നല്ലാതെ ഒരു കാര്യം അറിയില്ല. നല്ല ഭംഗിയുണ്ട്, അത് മാത്രം അറിയാം. പലതരം കാഴ്ചകളാണ്, ഓരോ മിനിറ്റ് മാറി മറിയാണ് കാഴ്ചകൾ. സ്ഥലങ്ങൾ പിടിക്കും എന്താവശ്യം. ഷീപ്പ് നിറച്ചതുണ്ട് ഇവിടെ, ഇവിടെ നിറച്ച ഷീപ്പ് അവിടെ കണ്ടു. ഷീപ്പ് ഇവിടെ മാനിനെ കാണും. മാനിന്റെ ചിത്രം വെച്ചാലുണ്ട്. കളി ഉണ്ടോ? ഇത് നോക്കൂ, ഒരു പ്രത്യേക നിറത്തിൽ ആകാശം കാണുന്നുണ്ട്. ഇത് മനോഹരമായ കാഴ്ചകൾ. ഇത് കടലിൻ്റെ കൂടെ കാണുമ്പോഴും കാഴ്ചകൾ എല്ലാം കാണുന്നു. പച്ചക്കളറാണ് വഹിക്കുന്നത്. അത് വേണം. ഒരു സിനിമയിലെ ദൃശ്യം പോലെ തോന്നണില്ലേ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എങ്ങനെ തോന്നണമെന്ന് എനിക്കറിയില്ല. പ്രകൃതി എന്ന ചിത്രകാരൻ്റെ ചിത്രങ്ങൾ എന്താ രസമല്ലേ?
സ്റ്റോൺഹെഞ്ച്. ഞങ്ങൾ 2018 വന്നപ്പോൾ വന്ന സ്ഥലമാണ് സ്റ്റോൺഹെഞ്ച്. പറ്റൊക്കെ ഞാൻ യൂറോപ്പിലെ ലോട്ടപ്രദക്ഷിണം എന്നുള്ള പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വായിക്കുക. Here, look to your right. You see those stones in front? Oh yeah. എന്താ തിരക്ക് അത് കാണാൻ. ചില ഫോട്ടോസ് ഞാൻ ഇൻസൈറ്റിൽ കൊടുക്കുന്നതാണ് കേട്ടോ. വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് വേറെ വണ്ടി കൊണ്ടുപോകും ഫോട്ടോസാണ്. അത് വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, അവിടെ നമുക്കറിയില്ല. ഡ്രോണിലാണ് കൊണ്ടുപോകണം. ഡ്രോൺ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകും. പിന്നെ ഷാട്ടുപുഴ അവന് പിൻ ചെയ്യാം. പറ്റില്ലാത്തവർക്ക് ചെവിമേ, അതിന് ചെവിമേ. അന്ന് വരണ്ടേ എന്തിലേട്ടാ പിന്നെ അന്ന് ബാത്തിലേക്കൊക്കെ ഒരുമിച്ച് വന്ന നമ്മള്. ഇംഗ്ലണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മോണുമെൻ്റാണ് സ്റ്റോൺഹെഞ്ച്. BC 3600-നും 1600-നും ഇടയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളതാണ് കണ്ടെത്തൽ. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. യാത്രാക്ഷീണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ ഉറങ്ങാനും തോന്നുന്നില്ല. രണ്ടാമത് നമ്മുടെ സ്റ്റോൺഹെഞ്ച് കണ്ടു എന്ന് പറയാം. ബാത്തിൽ പോയിട്ട് പോയല്ലേ പ്രശാന്ത്? ഞാൻ കുടിച്ച അല്ലേ എന്തുമ്മാ വൈകി അതവിടെ കുഞ്ഞുകുട്ടിനെ എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കിട്ടില്ല ഈ തുള്ളികളൊക്കെ. അങ്ങനെ ഞങ്ങൾ എക്സിറ്ററിലെത്തി. എത്തുമ്പോൾ രാത്രി ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ സമയം ശരിക്കും ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലൈക്കും കമൻറ്റൊക്കെ തരിക, കൂടെ കൂടുക. അപ്പോൾ വീണ്ടും ഇതിലും മനോഹരമായ കാഴ്ചകളുമായി എത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു.